ഇന്ന് നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊന്നല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മുരിയിച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ, അതേപോലെ ദോശ പോലെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ ദോശ ഇതേപോലെ റെഡിയാക്കുമ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കില്ലേ, അതേപോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയും വേണം, പിന്നെ സോയാ ചങ്ക്സും വേണം. സാധാരണ നമ്മൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ദോശയൊന്നും ഉണ്ടാക്കാറില്ല, സാധാരണ കറിയൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ദോശ ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ മാവ് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നൈറ്റ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. മാവ് അരച്ച് വഴിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. എങ്ങനെ എടുത്താലും ദോശ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കൊട്ട് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ദോശയ്ക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ എന്താ നോക്കിക്കുക, 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 250 ml മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുക്കുക. പച്ചരി ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല, ഇഡ്ലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് അരി കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കില്ലേ, ഒരു 2 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കുക. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ അരി നല്ല സോഫ്റ്റായിട്ട് വരും. എന്നാൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ടിട്ട് ശരിക്കും അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ അരി കുതിർത്തിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവരുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ. ഇങ്ങനെ ആദ്യമായിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ ഈ അരി ഞാൻ ഒന്ന് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കും. അപ്പോൾ ഇതായിട്ട് നീക്കി വയ്ക്കട്ടെ. അപ്പോൾ അത് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത്, നമ്മൾ അരി എടുത്തിരുന്ന സെയിം ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് സോയാ ചങ്ക്സാണ് എടുക്കുന്നത്. ഇതാ ഇത് നമ്മൾ സാധാരണ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇതിലേക്ക് ഒഴിക്കട്ടെ. ഇത് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അത് കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലെ വരും, അതേപോലെ വരണം. അപ്പോൾ അരി നേരത്തെ നിങ്ങൾ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇത് ഒരു 15 മിനിറ്റ് മുമ്പ് ഇതേപോലെ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ നമുക്ക് ഇത് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ അരി ഇതാ ഇവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി തേങ്ങയും കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കാം. ഇനി നമ്മുടെ സോയാ ചങ്ക്സ് നമ്മളുടെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നോക്കിക്കേ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പച്ചരിയൊക്കെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല. വെള്ളം അങ്ങനെ കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ശരിക്കും അരിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഒന്ന് ഇറക്കി, അപ്പോൾ വെള്ളം നന്നായിട്ട് കുറവുണ്ട്, കുറച്ചുകൂടി വെള്ളം ചേർത്ത് അങ്ങനെ നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ അരിയും പിന്നെ സോയാ ചങ്ക്സും കൂടിയിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് ചോറാണ് ചേർക്കുന്നത്. അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന കുത്തരിയുടെ ചോറോ അല്ലെങ്കിൽ വെള്ളച്ചോറോ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് ചോറ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 250 ml മെഷറിംഗ് കപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ എല്ലാത്തിൻ്റെ അളവ് എടുത്താൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് കപ്പിൽ പറയണ പോലെ തന്നെ ആ ഗ്ലാസ്സിൽ എല്ലാത്തിൻ്റെ അളവ് എടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും, പിന്നെ ദോശ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ നല്ല പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാരണം ഈ തൈര് ചേർക്കുന്നതിന് കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. അത് തൈര് ചേർക്കണം, പക്ഷേ നല്ല പുളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ടേബിൾ സ്പൂണിൽ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അതേപോലെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തത്.
ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ മിക്സിങ് ആയിരുന്നാലും നല്ല നിറച്ചിങ്ങനെ എന്താ പറയുക, നിറച്ചിങ്ങനെ ഈ കുമ്പള പോലെ നിറച്ചിങ്ങനെ പതഞ്ഞ് വന്നേക്കുന്നുണ്ട് കണ്ട. ഇനി ഇത് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ദോശയല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ ഓട്ടോ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ കുറച്ചും കൂടി നല്ലതായിട്ട് വരും. അപ്പോൾ കഴിയുന്നതും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഈ മിക്സിങ് തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ദോശ ഉണ്ടാക്കിയാലും അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ കഴിയുന്നതും ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് വരും. ദോശ അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊരു ഏകദേശം അളവിൽ നിങ്ങളിപ്പോൾ ചേർക്കാം. അതുകഴിഞ്ഞിട്ട് ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഈ ബാറ്റർ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കൂടുതൽ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മാവിന് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി ചട്നിയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചട്നി റെഡിയാക്കിയിട്ട് വയ്ക്കാം. ഇവിടെ പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്ക് തട്ടും മുട്ടും കേൾക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ചട്നി റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ നോക്കിക്കേ, ഇതേപോലത്തെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രയ്ക്ക് സവോള എടുത്തിട്ടുണ്ട്, 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് ഒരു വെളുത്തുള്ളി ചെറുതാട്ടോ, അത് നിങ്ങളൊരു ഏകദേശം അളവിലെടുത്തോ. ഒരു 4 വെളുത്തുള്ളി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, അതായത് പറഞ്ഞാൽ കുഞ്ഞ് പച്ചമുളകാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ചട്നി ആകുമ്പോൾ നമ്മുടെ തക്കാളിയുടെ പുളിനേക്കാളും ഒരു ഇച്ചിരി കൂടി പുളി വേണമല്ലോ. അപ്പോൾ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ആയിരുന്നാലും നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ചില തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് വാളംപുളി ചേർത്താം. പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഒരുപാടില്ല കേട്ടോ, ഇത് വളരെ കുറച്ചുള്ളൂ, ഒരു ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്. ഈ ചട്നി ഉണ്ടല്ലോ, നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ചട്നി റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അങ്ങനെ നല്ല സ്മൂത്തായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ സ്മൂത്തായിട്ട് അരച്ചിട്ടാണ് എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടുക് പൊട്ടിക്കുന്നത് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കടുക് കൂടിയിട്ടാണ്ട് കിടന്നിട്ട് അരിയുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനപ്പോൾ അരച്ചിട്ട് എടുക്കണില്ല, നന്നായിട്ട് ഉടച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൊരിയട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം, കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവോള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ആട്ടാ ചേർക്കുന്നത്, മല്ലിപ്പൊടി ചേർക്കണില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂണാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണല്ല കേട്ടത്. ഇനി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിട്ട് ആ മഞ്ഞളിൻ്റെ ഒരു പച്ച ഒരു കുത്തുണ്ടല്ലോ അത് പോകണം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ ആ ഒരു പച്ച ഒരു കുത്തുണ്ടല്ലോ അത് പോയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിരിയമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, ഇതിന് തീരെ എരിവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചട്നിക്ക് കുറച്ച് നല്ല കളറിൽ കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് ഇതിലേക്ക് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനത് കളറിന് വേണ്ടിയിട്ട് ചേർത്തത്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. സാധാരണ മുളക് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയ്ക്ക് ചേർക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാളംപുളിയും ചേർക്കുന്നുണ്ട്. കുരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. മൂടി വയ്ക്കാം. നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, കുറച്ച് ശർക്കര അത് മൂടിയിട്ട് ചേർക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇത് തുറന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് അപ്പം എന്നോ ദോശ എന്നോ എന്താണെങ്കിലും പറയാട്ടോ. ഇത് നിങ്ങൾക്ക് നല്ല കനം കുറച്ചിട്ട് നമ്മൾ വലിയ ദോശയായിട്ട് ഉണ്ടാക്കില്ല, അതേപോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള അപ്പമായിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഇനി മാവ് ഒഴിക്കട്ടെ. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഞാൻ നോക്കിക്കേ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് കിട്ടും നമുക്ക്. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കനം കുറച്ചിട്ട് നന്നായിട്ട് മുരിയിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഒഴിക്കുമ്പോൾ പാൻ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. അതേപോലെ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇങ്ങനെ കനം കുറച്ചിട്ട് പരത്തുമ്പോൾ ഞാൻ മൂടി വയ്ക്കണില്ല കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞു വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതാ നോക്കിക്കേ, അടിഭാഗമൊക്കെ നല്ല ചൂട്. അടിഭാഗമൊക്കെ നോക്കി നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല മുരിഞ്ഞ ദോശയായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിയിച്ചിട്ടെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫില്ലിങ് വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശയായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മസാല ദോശയായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാക്കണുള്ളൂ, കാരണം ഇപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ടൈമായിട്ടില്ല. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇത് നോക്കി നന്നായിട്ട് മുരിഞ്ഞിരിക്കേണ്ടത്. കനം കുറച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. ഇത് നമ്മുടെ ചട്നിയുടെ കൂടെ കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് കഴിച്ച് നോട്ടെ. നല്ല മുരിഞ്ഞിരിക്കുന്ന ദോശയും കഴിച്ചോട്ടെ. ദോശ നന്നായിട്ട് മുരിഞ്ഞു വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ശരിക്കും മുരിഞ്ഞു വരുള്ളൂ. അതിപ്പോൾ എന്ത് ദോശയായിരുന്നാലും അങ്ങനെ തന്നെ. കഴിച്ചോട്ടെ. അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പം സോയാ ചങ്ക്സിന് ഒരു കുത്തുണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ളൊരു കുത്തൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അധികം ഇങ്ങനെ മുരിയാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് കുറച്ച് കനത്തിട്ട് ഉണ്ടാക്കിയില്ല. അത് ഇതിൻ്റെ അടിഭാഗമൊക്കെ ആയിരുന്നായിരുന്നാ നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നല്ല കനം കുറച്ചിട്ട് അതേപോലെ ഉണ്ടാക്കുക. ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുക.